ഒരു ബാഗ്, ഒരു ക്യാമറ, ഒരു അഡ്വഞ്ചർ. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അഡ്വഞ്ചർ അവിടെ തുടങ്ങിയായിരുന്നു. എന്നത്തെയും പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉമ്മറിനൊപ്പം. എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് ഒരു AK-47 ഒരു ഗ്രനേഡും മാത്രമാണ്. എന്നിട്ട് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ മരത്തിൻ്റെ മറവിൽ ഒരു എനിമി സോൾജർ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അവനെ കൊന്നിട്ട് വേണം അവൻ്റെ കൂടി വെപ്പൺസ് എനിക്കെടുക്കാൻ. പക്ഷേ എനിക്കാണെങ്കിൽ ട്രെഞ്ചിൽ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഞാനും അവനും ഒരു ക്യാറ്റ് മൗസ് ഗെയിം. ബൂം! അവൻ്റെ സഹായത്തിനായി ഒരു വലിയ ടാങ്ക് എത്തുന്നു. അതിൽ നിന്നും 10 സോൾജേഴ്സ് ചാടി ഇറങ്ങുന്നു. ഞാൻ ബോംബ് എറിയുന്നു. 4 പേർ ഡെഡ്. ട്രെഞ്ചിൽ നിന്ന് ബാക്കിയുള്ളവരെ ഞാൻ AK-47 വെച്ച് ഫയർ ചെയ്യുന്നു. എൻ്റെ ഹെൽത്ത് കുറയുന്നു. 2 പേര് മാത്രം ബാക്കി. 2 ബുള്ളറ്റും. എൻ്റെ ഉന്നം തെറ്റിയില്ല. 2ഉം ടാർഗറ്റഡ്. ബട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മരത്തിൻ്റെ മറവിലുണ്ടായിരുന്ന സോൾജർ ഗൺ ഫയർ. ആൻഡ് ഐ വാസ് ഡെഡ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ വെറും സെക്കൻഡുകൾ മാത്രമേ കാണൂ. സൂക്ഷിക്കണം. The best walking ever. ലെവൽ 14. നീ അവിടം വരെ എത്താൻ വഴിയില്ല. എന്നാലും കളിച്ചു നോക്ക്. ഇതാണ് ഉമ്മറിൻ്റെ ലോകം. സോഫയ്ക്കും ടിവിക്കും ഇടയിലാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നവർക്കായി ഉമ്മർ നടത്തുന്ന വീഡിയോ ഗെയിം റെന്റൽ സ്റ്റോർ ഉമ്മർസ് പാഡ്. യു പാഡ്. ഇവിടെ ഇരുന്ന് ദിവസം മുഴുവൻ ഗെയിമിംഗ് ചെയ്യുക എന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ പാഷൻ. നമ്മുടെ യൂപ്പാടിൻ്റെ ഊപ്പാട് ഇളക്കി തുടങ്ങിയില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ കസ്റ്റമറായിട്ട്. ഡാ ആദ്യം കിടന്ന് കളിച്ച നിന്റെ ഉപ്പാട് ഞാളക്കും. വിടിപടാ. ബൈ, ചീറ്റ് കോഡ് ഉണ്ടാ? ഇതാണ് നിന്റെ ജനറേഷൻ്റെ ഒക്കെ കുഴപ്പം. ബുദ്ധിമുട്ടാൻ വയ്യ. എടാ അധ്വാനിച്ച് കളിച്ചേക്കണം. ഒരു റിയൽ ഗെയിമർ ചീറ്റ് കോഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഇനി ചീറ്റ് കോഡ്സ് എങ്ങാനും പറഞ്ഞ കടയിൽ വന്നാ